അല്ല, ഈ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നിവിനെയാണ്. ഇത്തവണ ക്യാപ്റ്റൻ ടാസ്കിനകത്ത് പങ്കെടുത്ത രണയും നിവിനും ബിന്നിയും ആയിരുന്നല്ലോ. അപ്പോൾ ടാസ്ക് ഇതായിരുന്നു, ഇവർക്ക് 3 പേർക്കും 3 കളറിലുള്ള നീളമുള്ള കയറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കയറുകൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകളിൽ കെട്ടിട്ട് വെക്കണം. കെട്ടിട്ട് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിവിൻ്റെ കാലിൽ ഒരു കാലിൽ രണ കെട്ടിടുന്നു, രണയുടെ ഒരു കാലിൽ പിന്നെ ബിന്നി കെട്ടിടുന്നു, ബിന്നിയുടെ ഒരു കാലിൽ നിവിൻ കെട്ടിടുന്നു. അപ്പോൾ ഈ കെട്ടുകൾ കുറേ കെട്ടുകൾ കെട്ടാനുള്ള അവസരം ബിഗ് ബോസ് കൊടുക്കുന്നു. അതിനുശേഷം ഈ കെട്ടുകൾ അഴിക്കണം. ഈ കെട്ടുകൾ അഴിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് സ്പീഡിൽ ഈ കെട്ടുകൾ അഴിച്ച് ആരാണോ ആദ്യമേ അഴിച്ചിട്ട് ഫ്രീ ആവുന്നത് ആ വ്യക്തിയാണ് ബിഗ് ബോസിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നിവിൻ ഇത്തവണ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ നിവിൻ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം. കാരണം മോഷണവും ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയൊക്കെ അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ സ്വേച്ഛാധിപതിയായിരുന്നപ്പോൾ പുള്ളിക്കാരൻ നല്ല ഭംഗിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അരഗൻ സ്വഭാവം എന്ന് വെച്ചാൽ രാജ്യഭരണത്തിൻ്റെ ഒരു സ്വഭാവം പുള്ളിക്കാരൻ ഇവിടെ എടുക്കുമെന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കാൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.